ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, MD ആൻഡ് CEO ഓഫ് ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മുടെ പാർലമെൻറ്റ് സമ്മേളനം ആരംഭിക്കുകയാണ്. ധനകാര്യമന്ത്രി പാർലമെൻറ്റിലെ എക്കണോമിക് സർവേ അവതരിപ്പിക്കും. നാളെ യൂണിയൻ ബഡ്ജറ്റ് അവതരിപ്പിക്കും. ധാരാളം പ്രതീക്ഷകളുണ്ട് നമുക്കെല്ലാവർക്കും. ഈ പ്രതീക്ഷകളെല്ലാം തന്നെ ഫുൾഫില്ലാവൂ എന്നുള്ള കാര്യം നമുക്ക് നാളെയാണ് അറിയാൻ സാധിക്കുള്ളൂ. എക്കണോമിക് സർവേ ഒരു പക്ഷേ ഹിൻ്റൊക്കെ തന്നേക്കാം. പക്ഷേ എന്നിരുന്നാലും നാളത്തെ അനൗൺസ്മെൻറ്റുകളാണ് ഏറ്റവും പ്രധാനം. അതിനു മുമ്പ് ഇന്നത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വീക്ക് ഓപ്പണിംഗ് ആണ്. ഗ്ലോബൽ സെൻറ്റിമെൻ്റ് ആണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. കഴിഞ്ഞ ആഴ്ചയിൽ നോക്കുകയാണെങ്കിലും ഇന്ത്യൻ മാർക്കറ്റുകളും അതുപോലെ തന്നെ മറ്റു പല മാർക്കറ്റുകളും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തതിനു ശേഷം പ്രോഫിറ്റ് ബുക്കിങ്ങിൽ താഴെയാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത്. അതുപോലെ തന്നെ കമോഡിറ്റി, പ്രത്യേകിച്ച് ഗോൾഡ്, പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് താഴെയാണ് ക്ലോസ് ചെയ്തത്. കമോഡിറ്റികളെല്ലാം തന്നെ ആ ലെവലിൽ തന്നെയാണെന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റുകളിൽ ജാപ്പനീസ് മാർക്കറ്റ് വീക്കാണ്. ചൈനീസ് മാർക്കറ്റുകളും അതുപോലെ തന്നെ ഹോങ്കോങ് മാർക്കറ്റൊക്കെ ഓപ്പണിങ്ങിൽ വളരെ വീക്കായിരുന്നു. ഇപ്പോൾ സ്ലൈറ്റ്ലി ബെറ്റർ സെൻറ്റിമെൻറ്റ് കാണിക്കുന്നുണ്ട്. പക്ഷേ ഓവറോൾ നമ്മൾ കാണുന്നൊരു വൊളാറ്റിലിറ്റിയാണ്. അത്തരത്തിലുള്ളൊരു മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് തന്നെയാണ് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒപ്പം അമേരിക്കയിൽ നിന്ന് വരുന്ന ന്യൂസുകളൊന്നും തന്നെ മാർക്കറ്റിന് വലിയൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും നൽകുന്നില്ല. ജോ ബൈഡൻ പ്രസിഡൻഷ്യൽ റേസിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ്. ഒരു പക്ഷേ ഇന്ത്യൻ വംശജ കമലാ ഹാരിസ് ആയിരിക്കും ഡെമോക്രാറ്റുകളുടെ കാൻഡിഡേറ്റ് എന്ന് പറയുന്നു. പക്ഷേ കാത്തിരുന്ന് കാണണം ആരാണ് അവരുടെ ഫൈനൽ കാൻഡിഡേറ്റ് വരുന്നുള്ളത്. അവരുടെ പ്രഖ്യാപനത്തിന് ശേഷമാണ് നമുക്കറിയാൻ സാധിക്കുള്ളൂ. ഒപ്പം അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കെതിരായിട്ട് റഷ്യയും ചൈനയും ഇറാനും നോർത്ത് കൊറിയയും തമ്മിലൊരു അച്ചുതണ്ട് ഫോം ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുണ്ട്. ക്രിക്ക് എന്നാണ് ഇതിൻ്റെ നിക്കിനെയും. തീർച്ചയായിട്ടും ഒരു വൊളാറ്റിലിറ്റി ഉണ്ടാക്കാവുന്ന ന്യൂസാണ്. പ്രത്യേകിച്ച് ഒരു റീജിയണൽ വൊളാറ്റിലിറ്റി ഉണ്ടാക്കാവുന്ന ന്യൂസ് തന്നെയാണ്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ Q1 റിസൾട്ട് സീസണാണ്. റിസൾട്ടുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ പുറത്തു വന്നിട്ടുള്ള റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ വളരെ കുറവ് കമ്പനികളാണ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് റിസൾട്ട് കാഴ്ചവെച്ചിട്ടുള്ളൂ. നെറ്റ്വെബ് ടെക്നോളജീസ്, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, E2E നെറ്റ്വർക്ക്, ഇത്തരത്തിലുള്ള കമ്പനികളാണ് മച്ച് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ഉള്ള റിസൾട്ട് കാഴ്ചവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകളിലൊക്കെ മാർക്കറ്റ് താഴെ വരുന്ന സമയത്ത് ഒരു ബൈയിങ് കാണാനുള്ള ചാൻസസും ഉണ്ട്. ഒപ്പം ഡാറ്റാ സെൻറ്റർ ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ടുള്ള അനന്തരാജ് ഇൻഡസ്ട്രീസ് പോലുള്ള കമ്പനികൾ, അതുപോലെ തന്നെ വേദാന്ത ലിമിറ്റഡ്, ക്രിട്ടിക്കൽ മിനറൽ ഓപ്ഷൻ ട്രാൻജെ 2 and 3 2 ബ്ലോക്കുകൾ വേദാന്തയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഒപ്പം കഴിഞ്ഞ ആഴ്ച QAP നടത്തിയിരുന്നു. അപ്പോൾ വേദാന്തനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. പക്ഷേ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് വീക്കാണെങ്കിൽ വേദാന്തം വീക്കായിട്ട് പെർഫോം ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ. വൊളാറ്റിലിറ്റിയിൽ താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങാവുന്ന ഒരു സ്റ്റോക്കാണ്. കാരണം ഡീമർജറാണ് വരാൻ പോകുന്നത്. 100 ഷെയർ 600 ഷെയർ ആയിട്ട് മാറുകയാണ്. 6 കമ്പനികളുടെ എല്ലാ കമ്പനികളും ലിസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു വെൽത്ത് ക്രിയേഷന് ചാൻസസ് ഉള്ള ഒരു മിനറൽ കമ്പനിയാണ് വേദാന്ത ലിമിറ്റഡ്. ഒപ്പം നമ്മൾ ഇന്നലെ കോട്ടക് മഹീന്ദ്രയുടെ Q1 റിസൾട്ട് നോക്കുകയാണെങ്കിൽ ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആണ്. എല്ലാ പാരാമീറ്റേഴ്സിലും ഔട്ട് പെർഫോം ചെയ്തിരിക്കുകയാണ്. പോസിറ്റീവ് റിയാക്ഷൻ കാണിച്ചേക്കാം. അനന്തരാജ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആദ്യത്തെ ഡാറ്റാ സെൻറ്റർ അവർ ഇനാഗ്രേറ്റ് ചെയ്തിരുന്നു. അടുത്ത 2 ഡാറ്റാ സെൻറ്ററുകളും ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഗൂഗിളായിട്ടൊരു ടൈപ്പും വന്നിട്ടുണ്ട്. നമ്മുടെ റെക്കമെൻഡഡ് സ്റ്റോക്കും കൂടിയാണ്. അനന്തരാജിനെ സംബന്ധിച്ചും ഇതൊരു പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. HDFC ബാങ്ക്, റിലയൻസ് റിസൾട്ടുകളൊക്കെ അനൗൺസ് ചെയ്തിരുന്നു. ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷനാണ്. കാര്യമായിട്ടുള്ള പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന ന്യൂസ് ഫ്ലോസ് ഒന്നും ഈ റിസൾട്ടുകളിലില്ല. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകൾ ഒരു മ്യൂട്ടഡ് സെൻറ്റിമെൻറ്റ് കാണിക്കാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. EMS വാട്ടർ ഡിസാലിനേഷൻ രംഗത്തൊരു കമ്പനിയാണ്. അവർ JVക്ക് 530 കോടി രൂപ ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതൊരു പോസിറ്റീവ് ന്യൂസാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് ഗവൺമെൻറ് ഡിഫൻസ് മിനിസ്ട്രി അൾട്ടിമേറ്റം കൊടുത്തിരിക്കുകയാണ്. മുമ്പ് കൊടുത്തിരുന്ന ഓർഡറിൽ നിന്ന് ആദ്യത്തെ തേജസ് എയർക്രാഫ്റ്റ് ഇതുവരെ സപ്ലൈ ചെയ്തിട്ടില്ല. എഞ്ചിൻ്റെ ഷോർട്ടേജ് ആണ് പറയുന്നത്. ഇമീഡിയറ്റ് ആയിട്ട് സപ്ലൈ ചെയ്യുന്നൊരു അൾട്ടിമേറ്റം കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും HALനെ സംബന്ധിച്ചൊരു ചെറിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന ഒരു ന്യൂസാണ്. കാരണം ധാരാളം ഓർഡർ കിട്ടിയിട്ടും എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കാത്തൊരവസ്ഥയാണ്. അപ്പോൾ കപ്പാസിറ്റി എക്സ്പാൻഷനൊക്കെ വേണ്ടി വന്നേക്കാം. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പ്രഷർ HAL കൗണ്ടറിൽ ഉണ്ടാവാനുള്ള ചാൻസസും ഉണ്ട്. ഇനി നമ്മൾ ഗ്ലോബലി കഴിഞ്ഞ ആഴ്ചയിൽ സംഭവിച്ചിട്ടുള്ളൊരു ഇവൻ്റ് നോക്കുകയാണെങ്കിൽ ക്രൗഡ് സ്ട്രൈക്ക് എന്ന് പറയുന്ന സൈബർ സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ സപ്ലൈ ചെയ്യുന്ന കമ്പനിയുടെ റോങ് അപ്ഡേഷൻ വലിയൊരു ഡിസ്റപ്ഷൻ വെള്ളിയാഴ്ച ഗ്ലോബലി ഉണ്ടാക്കിയിരുന്നു. മൈക്രോസോഫ്റ്റ് പറയുന്നത് 1% കമ്പ്യൂട്ടറുകൾ, അതായത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്ന
ക്ലൗഡിൽ കണക്ട് ചെയ്തിട്ടുള്ള 1% കമ്പ്യൂട്ടറുകൾക്ക് മാത്രമാണ് ഈ ഡിസ്റപ്ഷൻ സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ഈ 1%ൻ്റെ ഡിസ്റപ്ഷൻ എന്ന് പറഞ്ഞാൽ വലിയ ലോസസ് ആണ് ബിസിനസ് ഹൗസുകൾക്കൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊരു കോസ് ഫോർ കൺസേൺ തന്നെയാണ്. അടുത്ത വർഷങ്ങളിലും അടുത്ത ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ഇമ്പാക്റ്റ് വരുമെന്നുള്ള പേടിയൊക്കെ ഉണ്ട്. ഇതൊരു അപ്ഡേഷനിൽ വന്നിട്ടുള്ളൊരു മിസ്റ്റേക്കാണ്. ഒരു ഹാക്കിംഗ് അറ്റംപ്റ്റോ അല്ലെങ്കിൽ ഒരു സൈബർ അറ്റാക്കോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ വളരെ കോസ് ഫോർ കൺസേൺ ഉണ്ട്. ഒപ്പം നമ്മൾ സൈബർ സെക്യൂരിറ്റി കമ്പനികളെ കുറിച്ചുള്ളൊരു അവബോധത ഇൻവെസ്റ്റേഴ്സിൻ്റെ മനസ്സിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ ലിസ്റ്റഡ് സ്പേസിൽ 2 കമ്പനികൾ മാത്രമാണ് സൈബർ സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ ഓഫർ ചെയ്യുന്നുള്ളൂ. ഒന്ന് ക്വിക്ക്ഹീൽ ടെക്നോളജീസും അതുപോലെ തന്നെ 63 മൂൺ ടെക്നോളജീസാണ്. ക്വിക്ക്ഹീൽ ടെക്നോളജീസാണ് ലിസ്റ്റഡ് സ്പേസിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു കമ്പനി. 63 മൂൺസ് ട്രേഡിംഗ് സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ ഇസ്രായേലിൽ നിന്നുള്ള ഒരു സൈബർ സെക്യൂരിറ്റി കമ്പനിയായിട്ടുള്ള ജെവിയും കൂടി ഫോം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ 2 കമ്പനികളും മാർക്കറ്റ് താഴെ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ക്വിക്ക്ഹീൽ ടെക്നോളജീസ് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് വാങ്ങി വയ്ക്കാവുന്നതാണ്. കാരണം ഭാവിയിൽ നമുക്കും സൈബർ സെക്യൂരിറ്റി സോഫ്റ്റ്വെയറുകൾ ആവശ്യമാണ്. അപ്പോൾ ഈ ഡിസ്റപ്ഷനൊക്കെ ഒരു കോസ് ഫോർ കൺസേൺ തന്നെയാണ് ടെക്നോളജി രംഗത്ത്. അതും കൂടി മനസ്സിൽ വെക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഓവറോൾ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസൊക്കെ ഇന്ന് മാർക്കറ്റിൽ നല്ല വൊളാറ്റിലിറ്റി ഉണ്ടാക്കാൻ സാധ്യതയുള്ള ന്യൂസ് ഫ്ലോസ് ആണ്. അതുകൊണ്ട് വളരെ കോഷ്യസ് ആയിട്ട് മൂവ് ചെയ്യുക. നാളെ ബഡ്ജറ്റ് അനൗൺസ്മെൻറ്റ് രാവിലെ 11 മണിക്കാണ്. അത് മുതലാണ് നമുക്ക് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് മെഷർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതും ധനകാര്യമന്ത്രി അവതരിപ്പിക്കാൻ പോകുന്ന അനൗൺസ്മെൻറ്റുകൾക്ക് അനുസരിച്ച്. അതോടൊപ്പം തന്നെ നമ്മുടെ ധനകാര്യമന്ത്രി റെക്കോർഡിട്ടിരിക്കുകയാണ്. ഒരു ലേഡി ഫിനാൻസ് മിനിസ്റ്റർ ഒരു രാജ്യത്തിൻ്റെ ബഡ്ജറ്റ് 6ാമത്തെ പ്രാവശ്യമാണ് അവതരിപ്പിക്കുന്നത്. നമ്മൾ ഫെബ്രുവരിയിലത്തെ കണക്കും കൂടി എടുക്കുകയാണെങ്കിൽ 7ാമത്തെ പ്രാവശ്യമാണ്. പക്ഷെ നമുക്കിത് ഫുൾ ബഡ്ജറ്റായിട്ട് കാണുമ്പോൾ 6ാമത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ച് റെക്കോർഡിട്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ വനിതകൾക്കും ഇന്ത്യയിലെ ജനങ്ങൾക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രോ ഗ്രോത്ത് ഓറിയൻറ്റഡ് അതേസമയം അലൈസിൻ്റെ ഡിമാൻഡ്സും ഉൾക്കൊള്ളുകൊണ്ടിട്ടുള്ള ഒരു ബഡ്ജറ്റാണ്. വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കാം. പക്ഷേ വലിയ രീതിയിലുള്ള റിസ്ക് ടേക്കിംഗ് പൊസിഷൻസ് ഒന്നും ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യേണ്ട. അതെല്ലാം തന്നെ ബഡ്ജറ്റ് അനൗൺസ്മെൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ വളരെ കോഷ്യസായിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.